ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് നമുക്ക് റീഡിങ്ങിൻ്റെ എഗെയിൻ ഒരു 10 സിനണിംസ് പഠിക്കാം. അപ്പോൾ ഓൾറെഡി ഒരു 50 സിനണിംസോളം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു 10 വേർഡ്സ് സിനണിംസ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നൊരു അനദർ 10 വേർഡ്സ് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് വേർഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഒത്തിരി കേട്ടിരിക്കുന്ന ഒരു വേർഡാണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം. ഇനി അതിൻ്റെ മറ്റ് സിനണിംസ് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലായി എന്ന് വരില്ല, പെട്ടെന്ന് നമ്മൾ മറന്നു പോകും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്കിൻ്റെ സിനണിംസ് നമുക്ക് പഠിക്കാം. സറോഗേറ്റ്, സെക്കൻഡ് വേർഡ് ആൾട്ടർനേറ്റ്. ഈ 2 വേർഡ്സാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ്. വേറെയും കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന 2 എണ്ണമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വാക്കുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്ക് കേട്ടല്ലോ, പിന്നെ കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേർഡ്സ് വേണമെങ്കിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി സെക്കൻഡ് വേർഡ് അഡ്വേഴ്സ്ലി. അഡ്വേഴ്സ്ലിക്ക് ഞാൻ 2 വാക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാറ്റാസ്ട്രോഫിക് ആൻഡ് സെക്കൻഡ് വൺ അൺഫോർച്ചുനേറ്റ്. കാറ്റാസ്ട്രോഫിക് ആൻഡ് അൺഫോർച്ചുനേറ്റ്. അഡ്വേഴ്സ്ലി ആയിരുന്നു സെക്കൻഡ് വേർഡ്. കാറ്റാസ്ട്രോഫിക് ആൻഡ് അൺഫോർച്ചുനേറ്റ് 2 വേർഡ്സ്. വേറെയും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ 2 വേർഡ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എഴുതിയല്ലോ. മൂന്നാമത്തെ വേർഡിലേക്ക് പോകാം. മൂന്നാമത്തേത് ഇൻഎഫിഷ്യൻ്റ് ആണ്. ഇൻഎഫിഷ്യൻ്റ്, ഇൻഎഫക്റ്റീവ്. ഇൻഎഫിഷ്യൻ്റ്, ഇൻഎഫക്റ്റീവ്. ഫോർത്ത് വേർഡിലേക്ക് പോട്ടെ. ഇറിറ്റേറ്റ്. ആങ്കർ, അഗ്രാവേറ്റ്. ഫോർത്ത് വേർഡാണ് ഇറിറ്റേറ്റ്, ആങ്കർ ആൻഡ് അഗ്രാവേറ്റ് ആണ്. സിമ്പിൾ വേർഡ്സ് ആണ്. അപ്പോൾ മറ്റ് പല കുട്ടികൾക്കും തോന്നും, ഓക്കെ ഇത്ര സിമ്പിളാണല്ലോ വേർഡ്, എന്തിനാണ് ഇത്ര സിമ്പിൾ വേർഡ്സ് തരുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇത് സിമ്പിളാണെങ്കിലും ഇതിൻ്റെ പോലും മീനിങ് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബിഗിനിങ് തൊട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തൊട്ടേ ബിലോ ആവറേജ് ഉള്ള കുട്ടികളുണ്ട്, ആവറേജ് ഉള്ള കുട്ടികളുണ്ട്, എബോ ആവറേജ് ഉള്ള കുട്ടികളുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള സിനണിംസാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിഫ്ത്ത് വണ്ണിലേക്ക് പോകാം. ഫിഫ്ത്ത് വൺ ഫണ്ടമെൻ്റൽ, പ്രൈമറി. ഫണ്ടമെൻ്റലിൻ്റേത് പ്രൈമറിയാണ്. ഫണ്ടമെൻ്റൽ, പ്രൈമറി. സോ ഫിഫ്ത്ത് വേർഡ് എല്ലാവർക്കും എഴുതി കിട്ടിക്കാണുമല്ലോ. നമുക്ക് സിക്സ്ത് വേർഡിലേക്ക് പോകാം. സിക്സ്ത് വേർഡ് ഈസ് ഡിസ്റിഗാർഡ്. ഇഗ്നോർ, ഇൻഅറ്റൻഷൻ. നമ്മളൊരു വേണ്ടത്ര പരിഗണന കൊടുക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡിസ്റിഗാർഡ് എന്ന് പറയുന്നത്. ഡിസ്റിഗാർഡിന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇൻഅറ്റൻഷൻ, ഇഗ്നോർ. ഇൻഅറ്റൻഷൻ ആൻഡ് ഇഗ്നോർ, ഡിസ്റിഗാർഡ്. ഫിഫ്ത്ത് വേർഡായിരുന്നു അത്. ഓക്കെ, നമുക്ക് സിക്സ്ത് വേർഡിലേക്ക് പോകാം. സിക്സ്ത് വേർഡ് ഐഡൻറ്റിക്കൽ, സിമിലാർ, യൂണിഫോം. ഒരുപോലെയുള്ള എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇപ്പോൾ ദിസ് ഈസ് സിമിലർ ടു ദ നെക്സ്റ്റ് വൺ എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഐഡൻറ്റിക്കൽ, സിമിലാർ, യൂണിഫോം. 2 വേർഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് 7th വേർഡിലേക്ക് പോയാലോ. ലേസി. സിമ്പിൾ വേർഡാണ് കേട്ടോ. ലേസി, ഇനാക്റ്റീവ്, ഇനേർട്ട്. ലേസി, ഇനാക്റ്റീവ്, ഇനേർട്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. 8th വേർഡാണ് ഇപ്പോൾ പറയണത്. 7 വേർഡ്സ് നമ്മൾ പഠിച്ചു, അതിൻ്റെ സിനണിംസും നമ്മൾ ചൂസ് ചെയ്തു. നെക്സ്റ്റ് 8th ആണ്. 8th വേർഡ് സഫീഷ്യൻറ്റ്, അഡിക്കേറ്റ്, ആംപിൾ. ആവശ്യത്തിന് എന്നുള്ളതാണ് സഫീഷ്യൻ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡിക്കേറ്റ്, ആംപിൾ.
സഫീഷ്യൻറ്റ്, അഡിക്വേറ്റ് ആൻഡ് ആംപിൾ. ഓക്കെ, 9th വേർഡിലേക്ക് പോയാലോ? പ്രൊഡക്റ്റീവ്. എപ്പോഴുമുള്ളൊരു വേർഡാണ് കേട്ടോ പ്രൊഡക്റ്റീവ് എന്നുള്ളത്. എപ്പോഴും നമ്മൾക്ക് ചോദിക്കുന്നതാണ്. റീഡിങ്ങിലാണേലും ലിസണിങ്ങിനാണേലും പ്രൊഡക്റ്റീവ് എന്നുള്ള വാക്ക് വളരെ യൂസ്ഫുള്ളാണ്. പ്രൊഡക്റ്റീവ്, ബെനഫിഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ. ബെനഫിഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ. 9th വേർഡ് പ്രൊഡക്റ്റീവ്, ബെനഫിഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ. യൂസ്ഫുൾ എന്നുള്ള വാക്കാണ്. നമ്മൾ ഈ റീഡിങ്ങിന് വേണ്ടി പഠിക്കുന്ന സിനോണിംസ് നമ്മൾക്ക് വേസ്റ്റ് ആവില്ല. അത് നമുക്ക് ലിസണിങ്ങിലും യൂസ്ഫുള്ളാണ്. കാരണം നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു കീവേഡിൻ്റെ സെയിം സിനോണിംസ് ആണ് നമ്മുടെ കേൾക്കുന്ന ഓഡിയോയിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ വരുമ്പോൾ ആ കീവേഡിനെ അനുസരിച്ചിട്ടുള്ള ഒരു സിനോണിം നമ്മുടെ ഓഡിയോയിലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ്ങിൻ്റെ സിനോണിംസ് പഠിക്കുന്നത് കൊണ്ട് ലിസണിങ്ങിൻ്റെ സിനോണിംസ് നിങ്ങൾക്കത് കേട്ടിട്ട് എഴുതാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ 10th വേർഡിലേക്ക് പോകാം. 10th വേർഡ് റെഡിയാണല്ലോ. ട്രയേഡ്സ്. ട്രയേഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചർ. ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചർ. പിന്നെ നമ്മൾ 10 പുതിയ ന്യൂ വേർഡ്സിൻ്റെ സിനോണിംസ് പഠിച്ചിട്ടുണ്ട് റീഡിങ്ങിന്, വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ടു റീഡിങ്. സോ നിങ്ങളത് ക്ലിയറായിട്ട് ഞാൻ ഈ തരുന്നത്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് പഠിക്കണം. കാരണം അത് വളരെ യൂസ്ഫുള്ളാണ്. നമ്മളൊരു 1 month എടുക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 10 വേർഡ്സ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. 30 days കൊണ്ട് നമുക്ക് എത്ര വേർഡ്സ് കിട്ടും? ഒരു 900 വേർഡ്സെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അത് എന്തായാലും നമുക്കത് യൂസ്ഫുള്ളേ ആകുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും റീഡിങ്ങിന്, ലിസണിങ്ങിന്, സ്പീക്കിംഗ്, റൈറ്റിംഗ് 4 മൊഡ്യൂൾ നമുക്കുള്ളത്. റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. ഒ ഇ ടിക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം പ്രിപ്പറേഷൻ എടുത്താലും എന്തെല്ലാം നിങ്ങൾ കഷ്ടപ്പെട്ടാലും അത് നിങ്ങൾക്ക് ഉപയോഗം മാത്രമേ ആവുള്ളൂ. ഒ ഇ ടി മാത്രമല്ല, നമ്മൾ ലൈഫിൽ എന്തെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താലും അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾക്ക് കിട്ടണമെന്നുള്ള ഒരു അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമുക്ക് യൂസ്ഫുള്ളേ ആവുള്ളൂ. സോ നമ്മളിപ്പോൾ ഈ റീഡിങ്ങിന് വേണ്ടിയിട്ട് സിനോണിംസ് പഠിക്കുന്നത് നമുക്ക് ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല. നമുക്ക് എന്തായാലും അത് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതിന് തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളാകും. സോ നമ്മളത് എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം മാക്സിമം അല്ല ഞാൻ പറയുന്നത്, മിനിമം ഒരു 10 വേർഡ്സെങ്കിലും ഒരു ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എത്ര മിനിറ്റ് വേണം? നമുക്ക് ഓൾറെഡി അറിയാവുന്ന വേർഡ്സായി എല്ലാം തന്നെ. നമ്മളെല്ലാം കേട്ട് പരിചയമുണ്ട്, കണ്ട് പരിചയമുണ്ട് ആ വാക്കുകൾ. അതിൻ്റെ സിനോണിംസ് മീനിങ് അത് നമുക്ക് മറന്നു പോകുന്നതോ അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ കിട്ടാത്തതോ അങ്ങനെ വല്ലതും ആയിരിക്കും. ചിലവർക്ക് പരിചയം ഉണ്ടാവില്ല. എന്ത് തന്നെയായാലും നമ്മളത് ഫെമിലിയർ ആക്കി വയ്ക്കുക. ഈ 10 വേർഡ്സും സിനോണിംസും പഠിക്കുന്നതിന് എത്ര ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും 5 മിനിറ്റ് മതി. നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒ ഇ ടി ക്രാക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതാനായിട്ട് ശ്രമിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല ബേസിക് ഉണ്ടാവാതെ നിങ്ങൾ പോയി എഴുതരുത്. നല്ല ബേസിക് ആകുക, അതിനുശേഷം എക്സാം എഴുതുക. കാരണം ഒരു പ്രാവശ്യം നമുക്ക് നല്ല സ്കോർ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമുക്കൊരു ഗുഡ് റിസൾട്ടിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് ബിഗിനേഴ്സ്, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർ, ഇതുവരെ ഒ ഇ ടി അറ്റൻഡ് ചെയ്യാത്ത പിള്ളേർ, എല്ലാവരും നമ്മൾ പഠിക്കുമ്പോൾ നല്ലൊരു ബേസിക് കീപ്പ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിക്കുമ്പോൾ നന്നായി പഠിക്കുക, സിനോണിംസ് പഠിക്കുക. ഇന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നന്നായിട്ട് കേൾക്കുക. ലിസണിങ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തെ ഒരു 5 എലമെൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസണിങ് എളുപ്പമാകും, ഈസിയാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല. കഷ്ടപ്പെടാതെ കിട്ടിയിട്ട് പ്രയോജനവുമില്ലല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വി ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, വി ഷുഡ് ലിസൺ ഇംഗ്ലീഷ്, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. സോ അതെല്ലാം നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനുള്ള എൻ്റെ സജഷനാണ്, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ എക്സാമിന് 35,000 അടുത്താണ് നമ്മൾക്ക് വരുന്നത് അല്ലേ. ഈ ഒരു ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്ത ഒത്തിരി കുട്ടികളുണ്ട്. എൻ്റെ അടുത്തൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ചിലപ്പോൾ എക്സാമിൽ പാനിക്കായി പോവും. ആ സമയത്തൊക്കെ ഇപ്പോൾ റീഡിങ്ങോ ലിസണിങ്ങോ ഒക്കെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എഴുതുമ്പോൾ
കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ ആ പാനിക് വന്നു പോയി. എക്സാം ഒരു പേടി, ഇത്രയും പൈസയൊക്കെ മുടക്കി എഴുതുന്നതല്ലേ, ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ എന്താകും? ഈ ഒരൊറ്റ കാരണത്താലാണ് എപ്പോഴും നമുക്ക് OET പാടാവുന്നത്. അതുകൊണ്ടാണ്. നമ്മൾ SSLC എക്സാം എഴുതിയിട്ടുണ്ട്, +2 എഴുതിയിട്ടുണ്ട്, നേഴ്സിംഗ് എഴുതിയിട്ടുണ്ട്. എത്ര പിള്ളേരുണ്ട് പാനിക്കായിട്ട് എക്സാമിന് ആൻസർ മറന്നു പോകുന്നത്? വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. പക്ഷേ OET എഴുതുന്ന ഒരു 10 പിള്ളേരിൽ എനിക്ക് തോന്നുന്നു 5 പിള്ളേരും പാനിക്കാണ്, അല്ലെങ്കിൽ 10 പിള്ളേരും പാനിക്കായിരിക്കും. കാരണം എന്താണ്, നമ്മളത് ചിന്തിക്കണം. വൈ ഐ ആം ഗെറ്റിംഗ് പാനിക്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാനിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഞാൻ എത്രയോ എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും എനിക്കിങ്ങനൊരു പതർച്ച വന്നിട്ടില്ല. സോ വൈ ഐ ആം ഗെറ്റിംഗ് ദിസ് ആൻസൈറ്റി, ടെൻഷൻ എബൌട്ട് OET എക്സാം? സോ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ക്യാഷായിരുന്നു. ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. കിട്ടിയില്ലെങ്കിൽ എന്താവും? കിട്ടിയാൽ എന്താകും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു സെക്കൻഡിൽ നമ്മൾ 10 പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ എന്താവും എന്നുള്ളതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ പരാജയത്തിന് കാരണവും. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോഴേ ഞാൻ എവിടെ പോകണം എന്നുള്ളത് ചിന്തിക്കും, അതും നമുക്ക് പിന്നെ ചിന്തിക്കാം. പഠിക്കുമ്പോൾ നന്നായി പഠിക്കുക, എക്സാം എഴുതുമ്പോൾ നന്നായി എക്സാം എഴുതുക. കിട്ടിയതിന് ശേഷം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാം, എവിടെ പോകണമെന്ന് ചിന്തിക്കാം. പിന്നെ ഒരു ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് ഇനി ഒരു സ്ഥലമാണ് പോവുക എന്നുള്ളത് നമ്മൾക്ക് നല്ലതാണ്. അപ്പം അത് കുഴപ്പമില്ല. എന്നാലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചിന്ത നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക. നല്ല ആൻസൈറ്റി ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളീസ് പിള്ളേർ അല്ലേ, കേരളത്തിലെ പിള്ളേർ, കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിലെ ആൾ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ പിള്ളേർ വന്നാൽ അവരൊക്കെ ഭയങ്കര പ്രേയർഫുള്ളാണ്. സോ പ്രാർത്ഥന ഒരു ശീലമാക്കുക. ഇനി അതിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ യോഗയൊക്കെ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യുക. പാട്ട് കേൾക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക. നല്ല സുഹൃത്തുക്കളുള്ളവരാണെങ്കിൽ അവരോട് നന്നായി സംസാരിച്ച് അങ്ങനെ ഒരു റിലാക്സ്ഡ് മൈൻഡാക്കി വയ്ക്കുക. ഒരു റിലാക്സ്ഡ് മൈൻഡോടുകൂടി, ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഇരിക്കുക. എക്സാമിന് പോകുമ്പോൾ മാത്രമല്ല, പഠിക്കാനിരിക്കുമ്പോഴും വളരെ ഫ്രീ ആയിട്ടിരിക്കുക, വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ആ നന്നായിട്ട് പഠിക്കുന്നത് നമ്മൾ എക്സാമിന് പോകുന്ന കുറച്ച് ദിവസങ്ങളിൽ നല്ല ഫ്രീ ആയിട്ടിരിക്കുക, നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്യുക. എന്ന് വെച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എക്സാമിന് പോണതിന് 2-3 ദിവസം മുന്നേ പ്രാക്ടീസ് ചെയ്യരുതെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഞാനതിനെ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് അല്ലാത്ത പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒത്തിരി പഠിക്കും അല്ലേ, പുസ്തകമൊക്കെ വെച്ച് നേഴ്സിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ ഉറങ്ങത്തേ ഇല്ല. ഞാൻ എന്തായാലും 10 മണിയാകുമ്പോൾ കിടക്കും. അവരൊക്കെ 3 മണി 4 മണിയൊക്കെ വരെ ഇരുന്ന് ഇങ്ങനെ പഠിക്കും. ഉറങ്ങുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെടുന്ന കുട്ടികളാണ് OETക്ക് നമ്മൾ ആ പഠിക്കാനായിട്ടുള്ള ഒരു ലേസിനെസ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കരുത്. നന്നായി പഠിക്കുക. എക്സാമിന് പോകുന്നതിന് മുന്നേ നന്നായി പഠിക്കുക. മൈൻഡ് റിലാക്സ്ഡ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ബി കൂൾ ആൻഡ് റൈറ്റ് ദ എക്സാം. ബിഗിനേഴ്സ് എസ്പെഷ്യലി നല്ല ബേസിക് ഉണ്ടാക്കുക, അതിനുശേഷം എക്സാം എഴുതുക. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാനായിട്ട് ശ്രമിക്കണം. ശരിയാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് എഴുതാം. എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം എഴുതാം. നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചു. എപ്പോഴും ഒരു പ്രാവശ്യം തന്നെ കിട്ടണമെന്നില്ല. 10-12 പ്രാവശ്യം എഴുതി ജയിച്ച പിള്ളേരുണ്ട്. എനിക്ക് ഒരു തമിഴ് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ആളുടെ പേര് പറയണില്ല. ഒരു തമിഴ് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ആൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് എനിക്ക് വന്നൊരു കുട്ടിയുടെ ഫ്രണ്ടാണ്. അവർ ഒരേ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ആൾക്കൊരു അന്നേരം എനിക്ക് വന്നൊരു 45, 46, 47 ഇയേഴ്സ് ഉണ്ട്, ഏജ് ഉണ്ട്. അപ്പോൾ 8ാമത്തെ പ്രാവശ്യമാണ് ആൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആൾ എന്നോട് ഞാൻ 4th ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ 8th ടൈമായിരുന്നു ആൾ അറ്റൻഡ് ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ പോലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കും അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. പക്ഷേ സ്പീക്കിംഗ് വളരെ ബോറാണ്. അതുപോലെ ആൾക്ക് കിട്ടുന്നില്ല. റീഡിങ് ലിസണിങ്, ഇത്രയും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്ക്, ഇത്രയും വൊക്കാബുലറി ഉള്ള ആൾക്ക് എന്തായാലും അത് മനസ്സിലാവാതെ വരില്ല. പക്ഷെ അപ്പടി പാനിക്കാണ് ആൾ. എന്തായാലും ഒരു 30 ദിവസത്തെ, ഒരു 40 ദിവസത്തെ കോഴ്സായിരുന്നു. ആ 40 ക്ലാസ് ആൾ അറ്റൻഡ് ചെയ്തു, എക്സാം എഴുതി.
ആൾക്ക് 3B ഒരു C+ കിട്ടി. C+ സ്പീക്കിങ്ങിനായിരുന്നു. 330 ആയിരുന്നു. ഞാൻ ഓർത്തത് നമുക്ക് സ്പീക്കിങ്ങിൽ C കൊടുക്കില്ല, മാക്സിമം ഇല്ല, ആർക്കും തന്നെ ഇല്ല. നമ്മൾ നമ്മുടെ എല്ലാം റിസൾട്ടും കൂട്ടുകാരും ഒക്കെ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട്. ഇപ്പോഴല്ല, ബിഗിനിങ്ങിൽ തുടങ്ങുമ്പോഴും നന്നായിട്ട് പറയില്ലാത്ത കുട്ടികൾക്കും അവരൊരു C+ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു C ഉണ്ടെങ്കിൽ ആൾക്ക് C കൊടുക്കുകയുള്ളൂ. പക്ഷേ 330 കിട്ടി. ഒന്ന് റിവാലുവേഷൻ വെക്കാമെന്ന് പറഞ്ഞു. റിവാലുവേഷൻ വെച്ചപ്പോൾ 380 ആയിട്ട് കിട്ടി. അപ്പോൾ 4B സ്കോർ കിട്ടിയ ആൾ ജയിച്ചു പോയി. അപ്പോൾ 8 പ്രാവശ്യം എഴുതാൻ കാണിച്ച ആ ക്ഷമ, അതും 8 പ്രാവശ്യം, ചുമ്മാ ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല, പിന്നെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നോർത്ത് പഠിക്കാതെയല്ല പോയത്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് കഷ്ടപ്പെട്ട ഓരോ പ്രാവശ്യവും പോയിരിക്കുന്നയാൾ. എന്നിട്ടും ആൾക്ക് 8ാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത്. അപ്പം നമ്മൾക്ക് ഒരു ലക്കുണ്ട്, ഒരു ടൈമുണ്ട്, നമ്മുടെ പഠനവും വേണം, നമ്മുടെ ഹാർഡ് വർക്കും വേണം. അപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. അതിന് നമ്മൾ ഇഫ് യു ഓവർകം ദ ഒബ്സ്റ്റക്കിൾസ് ഓൺലി വി ക്യാൻ അച്ചീവ്, അല്ലേ? നമുക്ക് അത് കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും അത് മറികടന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. കഷ്ടപ്പെടുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. ഇപ്പോൾ കുറേ പ്രാവശ്യമൊക്കെ ആയിട്ട് കിട്ടാത്ത കുട്ടികൾ ഭയങ്കരധികം ഡെസ്പാവുന്നുണ്ട്. അങ്ങനെ വേണ്ട, നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഉറപ്പായിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 10 സിനോണിംസ് പഠിക്കുക. കുറച്ച് റിയഷുറൻസ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ കൂടുതലായി പോയോ, എന്നാലും കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.